അതിങ്ങതാ. ഇതാരുടെ കത്തുകളാ സൂക്ഷിച്ചു വെച്ചേക്കണേ? ഞാനൊന്ന് നോക്കട്ടെ. കല്യാണി വെറുതെ കളിക്കില്ല, അതിന് തരാനാ പറഞ്ഞ. ഞാൻ നോക്കിട്ട് തരാം. ഇതെവിടുന്ന് കിട്ടി? അത് അവിടെ. നിങ്ങൾക്ക് ഇത് എവിടുന്ന് കിട്ടി? ദേവേട്ടന്റെ ബാഗ് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചേ. ഞാൻ മോളെ മോളെ എന്താ എന്നെ പറ്റിയേ? അന്നെ അന്നെ ഞാൻ പറയട്ടെ. എന്താ മോളെ എന്നെ പറ്റിയേ? ദേവേട്ടന്റെ ബാഗ് ഇയാളുടെ കയ്യില്. എന്താണോ എന്താ ഈ കാണുന്നത്? അത് ഞാൻ എവിടെന്നാണ് ഈ ബാഗ് കിട്ടിയത്? എന്താണ് നീ ഇവിടെ ചെയ്തത്? നീ എന്തറിയാൻ? നീയൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ ബാഗ് എവിടെ കിട്ടിയടാ? പറയണം. എന്താണോ ഉണ്ടായത്? എന്താണ് ശരിക്കും സംഭവിച്ചത്? പറയണ. നിന്നെ നാളെ പോയോ? എന്റെ മകന്റെ ബാഗ് എങ്ങനെ നിന്റെ കൈ വന്നു? പറയടാ. പറ്റിപ്പോയി. നീ എന്താണ് പറയാൻ പോണം? ഞാനാ ദേവന് വണ്ടി ഇടിച്ചത്. പക്ഷെ അത് നിങ്ങൾ കരുതുന്ന പോലെ എന്റെ ദേവനെ കൊന്ന് കൊക്കലെറിഞ്ഞിട്ട് നിന്ന് കുറയ്ക്കുന്നതാണ്. അവളെ കൊണ്ട് വീട്ടിൽ പോ. പറയുന്നത് കേൾക്കും. നീ ഒന്നും പറയണതാ പള്ളി. പറയട്ടെ, ഒന്നും മനഃപൂർവ്വമല്ല. അവനത് ചെയ്യില്ല. എന്തിനാണ് അവനെ ചവിട്ടുന്നത്?
രണ്ടിനെയും പിടിച്ച് മുറിയിലിട്ട് പൂട്ടണ പോലീസ് വരട്ടെ. സെബാസ്റ്റ്യൻ മാഷെ എടാ പോലീസുകാർ വരട്ടെ, എല്ലാം തുറന്നു പറയാം. ഞാൻ ഏത് നരകത്തിലായാലും നിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ പിന്നെ എന്തിനു വേണ്ടിയാ നമ്മൾ കഷ്ടപ്പെട്ടത്? എന്തിനു വേണ്ടി ഇത്ര നാൾ ഇത് ആരെ അടയ്ക്കാതെ കൊണ്ടുവരുന്നത്? പറ. തൽക്കാലം സുഖമായിട്ട് ആരോടും ഒന്നും പറയാൻ പോണ്ട. പോലീസുകാർ ചോദിച്ചാ നിങ്ങൾക്ക് വയ്യാണ്ടായപ്പോ ഞാനാ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ മതി. എടാ നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് ഞാനെങ്ങനെയാണ്? ഞാൻ പറയണതൊന്ന് കേക്ക്. നമ്മള് രണ്ടാളും ജയിലിൽ പോയ എങ്ങനെയാ? അനീതയുടെ കല്യാണം നടക്കണമെങ്കിൽ സുഖമായിട്ടുണ്ടാവണം. അറിയാതെയാണെങ്കിലും എന്റെ കൈകൊണ്ട് പറ്റിയ തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ. അത് ശരി, ഇവനാണല്ലേ പുള്ളി. പോലീസുകാരെയൊക്കെ നിയമം പഠിപ്പിക്കുന്ന വലിയ പുള്ളിയാ. അപ്പൊ പണി കൂടും അല്ലടോ. രണ്ടിനെ പിടിച്ച് ജീപ്പിക്കട്ടെ. അതെ, വേണുമാഷിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന. ആരെങ്കിലും ഒന്ന് വന്നേ, ഒന്ന് വേഗം വാ. എന്റെ മാഷിനെന്തെങ്കിലും പറ്റിയ ജയിലിൽ വന്നിട്ടാണെങ്കിലും കൊല്ലുന്നില്ല ഞാൻ. മാറി